ഹായ് ആർമീസ്, ഞാൻ സൂസനി 31 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ് നല്ല ലേറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ പൂജപ്പിൻ്റെ അവധിക്ക് കുറച്ചൊക്കെ എഡിറ്റ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ആ വഴിക്ക് പോയി. പിന്നെ കോളേജിലെ കുറച്ച് കാര്യം വന്നപ്പോൾ ആ വഴിക്ക് പോയി. അങ്ങനെയാണ് എപ്പിസോഡ് ഇടാൻ പറ്റാതെ വന്നത്. പിന്നെ എനിക്കിപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ മാസം ഫുൾ എക്സാമാണ്. അപ്പോൾ ഈ മാസം കഴിഞ്ഞിട്ട് എന്തായാലും അടുത്ത എപ്പിസോഡ് ഇടാം. അതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ഞാനിടാം. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക്, കമൻറ്റ് എന്താണ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. എന്താടി നിനക്ക്? എന്തിനോടി കിടന്ന് വിളിച്ച് കൂവുന്ന? മനുഷ്യരെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങിയിടക്കം മതി, ആദ്യം കൂടെ നോക്കിക്കേ. എന്തെന്നോ എങ്ങനെയുണ്ടെന്ന് ഈ കോലം കെട്ട് കാണിക്കാനാണോ രാവിലെ എന്നെ കുത്തി എണീപ്പിച്ചേ? കോലം കെട്ടോ? നിനക്കത് കോലം കെട്ടായിട്ട് തോന്നിയോ? നിങ്ങളോട് ഒന്ന് അഭിപ്രായം ചോദിച്ച് എന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയും. ഈ സമയത്ത് ലീയ സാരി എടുത്തോണ്ട് വന്നെങ്കിൽ കണ്ണും പോട്ടി നല്ലാന്ന് പറഞ്ഞേനെ. എന്തെങ്കിലും പറഞ്ഞപ്പോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ താഴേക്ക് പോവാണ്. അവിടെ ആരുടെയും അഭിപ്രായം ചോദിക്കട്ടെ. ആരെങ്കിലൊക്കെ നല്ല അഭിപ്രായം പറയും. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാം. താഴെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വനക്കകത്തെടുത്ത് കാച്ചിട്ട് ഓഫീസിൽ പോകണം. അല്ല, നിങ്ങളെല്ലാം എപ്പോ വരും? ഞങ്ങള് വരുമ്പോ വൈകുന്നേരമാകും. ഒരു 3 മണിയാകുമ്പോ ഇവിടെ തിരിച്ചെത്തുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങാന്നാ പറഞ്ഞത്. നല്ല ദൂരം ഉണ്ടല്ലോ. എന്നാ ശരി, ഞാൻ പോവാം. വൈകുന്നേരം വേണം. ഒന്ന് നിന്നേ അവിടെ. ലീയക്കായ നല്ലത് നീ സാരി കൊടുക്കുന്ന കാണാനാ. എനിക്കിഷ്ടായി. പിന്നെ ഇപ്പൊ എന്നാനെ വിളിച്ച് വിളിച്ചോന്നു? അത് എല്ലാവരും നിന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നേ. അപ്പൊ പെട്ടെന്ന് എന്റെ വായിലങ്ങനെ വന്നു പോയത്. ഓ, അങ്ങനെ നമ്മുടെ റിലേഷന്റെ ഒരു ചാൻസ് തന്നെ തുടക്കമായിട്ട് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അത് കേൾക്കാൻ എനിക്കിഷ്ടം. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ആര്യ നിന്നെ കാണുന്ന രസമുണ്ടല്ലോ. ശരിയാ നിർമ്മല, ഇന്ന് രജുവിനെ കാണാൻ കൊള്ളാല്ലേ? അല്ല, മീനു എന്തിയെ? അവളിതുവരെ വന്നില്ലേ? അവളോട് ഞാൻ സാരി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടായിട്ട് ലേറ്റ് ആവുന്നേ. നിർമ്മലമ്മ, മീനു വീട്ടിൽ റെഡിയായില്ലേ? നിർമ്മലമ്മ, അത് ഞാനിന്ന് വരുന്നില്ല. എനിക്ക് തീരെ വയ്യ. എന്ത് പറ്റി നിനക്ക്? അല്ല, വയറുവേദനയുണ്ട്. പീരീഡ്സ് ആവാൻ പോകുന്നു തോന്നുന്നു. ആണോ? എന്റെ മോള് പോയി റെസ്റ്റ് എടുത്തു. ഞാനും അമ്മയും രജുവും കൂടെ പൊക്കോളാം. ശരിയാ മീനു, നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. വേദനിച്ചു നിനക്ക്? വേദനിക്കാൻ മാത്രം ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. വേണം, ആദ്യം നീ ചോദിക്കണമെന്ന് മറുപടി പറ. നീ അമ്മയോട് പോയി പറഞ്ഞു ഇന്ന് നീ അമ്പലത്തിൽ വരുന്നില്ലെന്ന്. നല്ല കുട്ടി. ഇനി എന്നോട് ചോദിക്കാതെ, ഞാൻ സമ്മതം തരാതെ ഒരു കാര്യം നീ ചെയ്യാൻ പാടില്ല. ഒരു കാര്യവും. അതാ നിനക്ക് നല്ലത്. ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? നിന്നെ തൊട്ടാൻ പറ്റത്തില്ലല്ലോ. ഇന്നലെ രാത്രി നീ വന്ന് ബലം പിടിച്ചിട്ടോ. നിനക്കറിയാലോ, ചുമന ദേഷ്യം പിടിപ്പിക്കരുത്.
ആ അമ്മ എന്താ? പാർത്ത്, നീ ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ആ എന്താ അമ്മ? അല്ല, നിങ്ങൾ വരും പോയില്ലേ? ആ, അത് പറയാനാ വന്നത്. അശോകില്ലേ, അശോകിന്റെ വയറ്റിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അശോക് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊണ്ടുപോകാൻ ആരുമില്ല. ദേവേട്ടൻ കൊണ്ട് അത്ര ദൂരമൊന്നും ചെയ്യാൻ പറ്റുന്ന നിനക്ക് അറിയാമല്ലോ. പിന്നെ ത്രിലോകനോട് പറഞ്ഞ ഒരു കാര്യമില്ല. അത് നിന്നോട് ചോദിക്കാന്ന് വെച്ച് വന്നത്. നിനക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതമ്മ, ഞാൻ അമ്പലത്തിൽ കയറാൻ ഋതൊന്നും എടുത്തിട്ടില്ല. ഈ ആഴ്ച തന്നെ ഞാൻ ഡ്രിങ്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ? അത് സാരമില്ല, നീ അമ്പലത്തിൽ കയറണ്ട, ഞങ്ങളവിടെ കൊണ്ടാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ വന്നേരം വെയിറ്റ് ചെയ്യുക, ഞങ്ങളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാക്കുക, അത്രയേ ഉള്ളൂ. നീ അമ്പലത്തിൽ കയറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അമ്മ, അന്ന് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. നീ ഫ്രഷ് ആയിട്ട് താഴേക്ക് വന്നേക്ക്, നിങ്ങളവിടെ കാണും. നീ അവരോട് പോയില്ലായിരുന്നോ? എനിക്ക് വയ്യായിരുന്നു. നിനക്കെന്താ പറ്റിയേ? അതെനിക്ക് രാവിലെ വയറുവേദനയായി. പീരീഡ്സ് ആണോ? സാരില്ല, അവരോടെ പോണൊക്കെ നല്ലത് ഇവിടെ ഇരിക്കുന്നത്. മീനു, നീ ഓക്കെ ആണോ? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാർത്ഥിനോട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തോ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പാർട്ടിയോട് എന്താ പറയാൻ ചെയ്യാൻ? ഞാൻ ഓക്കെ. അത് നിന്റെ മുഖം കാണുമ്പോൾ നിന്റെ വർത്തമാനത്തോടൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. മീനു, ഇപ്പൊ പോയി പാത്തിനിട്ട് 2 കൊടുത്ത് എനിക്ക് ചോദിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, നിന്നെ ഒരുത്തിനും ഓർത്തിട്ടാ ഞാൻ മിണ്ടാതിരിക്കുന്നേ. എന്താ പ്രശ്നം? അത് പാർട്ടിയോട് ഇന്നലെ അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് വളരെ വലിയ സാധ്യതയൊന്നുമില്ല. നീ അവന്റെ അടിമയാണോ? ഞാൻ അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. അവൻ പറയുന്ന എല്ലാ പിച്ചിന്റെയും നീ കേട്ട് അനുസരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? നീ ബാറിൽ പോണോന്നല്ലേ അവനോട് പറഞ്ഞത്? അമ്പലത്തിൽ പോണോന്നല്ലേ? അതിനവൻ എന്താ പ്രശ്നം? എന്റെ പ്രശ്നം നിനക്കറിയോ? നിന്നെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോ അത് എനിക്കിട്ട് കൊള്ളും. അതിനു വേണ്ടിയിട്ട് അവൻ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ. ഞാനെല്ലാം നിർത്താന്ന് വിചാരിക്കുമ്പോ അവനായിട്ട് എന്നെ നിർത്താൻ സമ്മതിക്കത്തില്ല. അല്ല, അവൻ എന്ത് പറഞ്ഞു നിന്നെ ഭീഷണിപ്പെടുത്തുന്ന? ഡിവോഴ്സ് വരുമെന്നോ? അങ്ങനെ വല്ല അവന്റെ വായിന്ന് മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു മൂട്ടി ഓക്കെ പറഞ്ഞു. അവന്റെയൊക്കെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം നീ ഡിവോഴ്സ് ആയിട്ട് ജീവിക്കുന്ന നല്ലത്. അവൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന ഞാൻ ക്ഷമിക്കും. പക്ഷേ നിന്റെ അനുവാദം ഇല്ല നിന്നെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാനത് സഹിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് വന്ന് പറഞ്ഞോണം. ഇങ്ങനെ ഇരുന്ന് മോങ്ങരുത്. നീ ഇപ്പൊ എന്റെ പഴയ മീനും അല്ല. നിനക്ക് എന്താണ് പറ്റിയത്? എന്നിട്ട് രാവിലെ ഇതൊക്കെ പോയിട്ട് അവൻ എന്തേ? ഓഫീസിൽ പോയോ? ഇല്ല, പാർത്തേട്ടൻ ഓഫീസിൽ പോയില്ല. രവിചേട്ടന്റെ വൈഫിന് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രവിചേട്ടൻ വീട്ടിലേക്ക് പോയി. അത് കാരണം അവർ അമ്പലത്തിൽ കൊണ്ടുപോകാൻ ആരില്ലാത്തതുകൊണ്ട് പാർത്തേട്ടനോട് കൊണ്ടുപോകാമോ നിർമ്മലമ്മ ചോദിച്ചായിരുന്നു. അപ്പൊ പാർത്തേട്ടൻ അവരെ കൊണ്ടുപോയേക്കുക. അപ്പൊ അവനിന്ന് ഓഫീസിൽ വന്നില്ലേ? അവനിന്നോടെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് ദേവാച്ചൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്, പാർത്തേട്ടന് പോയി. ഓ, അപ്പൊ ഞാനിന്ന് ഓഫീസിൽ ചെല്ലാതിരിക്കണേക്ക് ഏറ്റവും നല്ലത്. അപ്പൊ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എല്ലാരും കൂടെ അങ്ങ് പോയി. സമ്മതിച്ചു. ഞാൻ എന്തായാലും ഓഫീസിൽ പോണില്ല, നിന്നോട് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട്. ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നില്ല. വാ, നമുക്ക് പുറത്തു പോവാം. എന്റെ മോളൊക്കെ സെറ്റ് ആക്കാം. എന്റെ കൂടെ പുറത്തു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാർട്ടിയിട്ട് വരുമ്പോ അത് വലിയ പ്രശ്നമാക്കുമായിരിക്കും അല്ലേ? എന്നാ നമുക്ക് പുറത്തു പോകട്ടെ. വേറെന്താ ചെയ്യുക? നമുക്കൊരു മൂവിയും കാണാം. ഞാൻ നോക്കട്ടെ.
ഇപ്പം നമുക്ക് ഫുഡ് വയ്ക്കും, ഇതുവരൊന്നും കഴിച്ചില്ലല്ലോ. ബാ. से मिले हैं नसीब से आएगा पल ये फिर कहाँ। मैं तो तेरे नाल ही रहना जी, हर गम संग तेरे सहना जी, जो जग से कहा ना जाए वो मुझको बस तुझसे कहना जी। പാർത്തേട്ടാ ചന്ദനം പാർത്ത് അത് മേടിച്ച് അവനെ നെറ്റി തൊട്ടു. ലച്ചു അവൻ്റെ അടുത്തായിരുന്നു. അമ്മ അച്ഛാമ്മ എന്തേ? അവര് വഴിപാട് മേടിക്കാൻ നിൽക്കുക, കുറച്ച് ടൈം എടുക്കും. നിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ആർ യു ഹാപ്പി? ലൈഫ് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് പോകുന്നു. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാകാൻ ശ്രമിക്കുന്നു. നീ നിങ്ങളുടെ മാരേജ് ലൈഫിന് ഒരു ചാൻസ് ഒക്കെ കൊടുക്കാൻ തയ്യാറായെന്ന് കേട്ടല്ലോ. അതല്ല നല്ലത് എല്ലാവരും ലൈഫിൽ. നിന്നെ കൊണ്ട് അങ്ങനെ സാധിക്കുന്നു ഇത്രയും പെട്ടെന്ന് എല്ലാം മറന്ന് മൂവാനായിട്ട് ജീവിക്കാൻ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഈ ലോകത്ത് കടം ജീവിക്കുന്ന എല്ലാവരും അവരെ സ്നേഹിച്ചവരോടൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, എന്നിട്ട് അവർ ജീവിക്കുന്നില്ല. അത് നീ പറഞ്ഞു ശരിയാ. അല്ല, നീ എന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിങ്ങളെ തന്നെയാ. പിന്നെ നീ എന്ത് തൊലിക്കാനാടി അവൻ്റെ തോലിക്ക് നിന്ന് കൊടുത്തത്? നിന്ന് കൊടുക്കാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തിലോകണ്ണൻ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെട്ട് കല്ലിനെ സമീപിക്കാൻ ചേട്ടൻ അറിയാമെന്ന് എനിക്കറിയാം. അത് നമ്മുടെ കല്യാണത്തിന് മുമ്പേ. കല്യാണത്തിന്റെ ഓരോ ദിവസം അടുക്കുന്നതോടെ ഞാൻ ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതെല്ലാം പാർത്തേട്ട് അറിഞ്ഞ് കല്യാണം മുടക്കണേന്ന്. പക്ഷെ ചേട്ടൻ എന്താ ചെയ്തത്? എല്ലാം അറിഞ്ഞിട്ടും തിലോകനോട് ദേഷ്യം തീർക്കാൻ വേണ്ടി മിനിയുടെ കല്യാണം കഴിച്ചു. ചേട്ടനെ കൊണ്ടുവന്ന കല്യാണമൊക്കെ മുടക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് നമ്മുടെ ആരുടെ ലൈഫ് ഇങ്ങനെ നശിക്കില്ലായിരുന്നു. ചേട്ടന് എന്നെ പറ്റിയോ മിനുവിനെ പറ്റിയോ ഓർത്തില്ല, നമ്മുടെ പ്രണയത്തെ പറ്റിയോ ഓർത്തില്ല. അപ്പൊ ചേട്ടന്റെ കണ്ണിലെ തിലോകനോട് വൈരാഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രം. നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെ ആയാലും തിലോകന് മാത്രമല്ല പങ്കുകൊടുത്ത്, ചേട്ടനും അതേ പങ്കുണ്ട്. അതൊരിക്കലും മറക്കരുത്. കുറച്ചു നേരം മുമ്പ് ചേട്ടനോട് ചോദിച്ചില്ലേ എല്ലാം മറന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്ത് ജീവിക്കാൻ പറ്റണമെന്ന്. എന്നെ വേണ്ടാത്ത ആൾക്ക് വേണ്ടി ഞാൻ എന്തിനാ ലൈഫ് നശിപ്പിക്കുന്നത്? ഞാൻ പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കുക, അതല്ല എല്ലാവരുടെ ലൈഫിൽ നല്ലത്. ഇതൊക്കെ വിധിയായിരുന്നായിട്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് ചേട്ടനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, മീനു അവള് പാവ, അവൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്ക് പോകാം, വഴിപാട് കിട്ടിയിട്ടുണ്ട്. ആ അപ്പച്ചി. വീട്ടിലേക്ക് കയറി വരുന്ന ലച്ചുവും പാർത്തും കാണുന്ന സോഫയെ കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങുന്ന ത്രിലോകിനെ മീനുകയാണ്. നീ ബായുടെ കൂടെ നിങ്ങളിപ്പോ വന്നതേ ഉള്ളൂ? ആ ചേട്ടാ, ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ കൂടെ വന്ന രണ്ടുപേരെന്തേ?
അപ്പച്ചിയും മുത്തശ്ശിയും അപ്പച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലിറങ്ങി. ആ ഫ്രണ്ട് എന്തോ വയ്യാതിരിക്കപ്പോ ജസ്റ്റ് കാണാൻ വേണ്ടിട്ട്. അപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. എന്നാ നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്ക. എന്താണ് നീ അവനോട് താഴ്ത്തുണ്ടാക്കിക്കൊണ്ടിരുന്നേ? നിനക്കൊന്നും മനസ്സിലാകില്ല. മീനാക്ഷി നീ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റുന്നില്ല. നീ ഒന്നും ചെയ്തില്ല, ഒന്നും. എന്തായാലും തെളിവായിട്ട് അടുത്ത പരിപാടി. നീ അവൻ്റെ കൂടെ കിടക്കുമായിരുന്നു തന്നെ ഞാൻ ചോദിച്ചത്. എന്ത് ചെയ്യും? എന്താ നീ ചെയ്യും പറ. കുറച്ച് വേദനിച്ചോട്ടെ, എന്നെ വേദനിപ്പിക്കുന്ന അത്ര ഒന്നും ഇല്ലല്ലോ ഇത്. തൊട്ടാ നീ എന്ത് ചെയ്യും? ഞാൻ നിന്നെ തൊട്ടാ നീ എന്നാ ചെയ്യും? നീ തൊട്ടു നോക്കൂ പാത്ത, അപ്പറിയാം ആരെന്ത് ചെയ്യൂന്ന്.